എല്ലാവർക്കും നമസ്കാരം. ദേശീയപാതക വാർത്തകളിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഇപ്പോൾ ചാലക്കുടിയിലെയും അങ്കമാലിലെയും അതുപോലെ തന്നെ ഈ മധ്യ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ദേശീയപാതയാണ് 544. ഈ ദേശീയപാതയിലൂടെ കടന്നു പോകുന്ന ആളുകളൊക്കെ ഇപ്പോൾ ആലോചിച്ച് ചിന്തിച്ച് ആറ്റുനോറ്റ് കാത്തിരിക്കുന്നത് കോടതി എന്ത് പറഞ്ഞു, കോടതി എന്ത് പറഞ്ഞു, കോടതി എന്ത് പറഞ്ഞു എന്നാണ്. ഓരോ ആഴ്ചയും ഈ കേസ് നീട്ടിവെക്കുന്നതും ടോളുണ്ടോ എന്ന് കാത്തിരിക്കുന്ന ഒരു ജനത. കോടതി ടോളിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനിക്കട്ടെ, ഞാൻ ആ വിഷയത്തിലെ ഒന്നും പറയാനില്ല. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശീയപാത നിർമ്മിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു നിർമ്മാണ കമ്പനി ഇതുപോലത്തെ അലംഭാവം കാണിച്ചിട്ടും ഓരോ ആഴ്ചകളിലും ഇവർ നടത്തേണ്ടതായ കാര്യങ്ങൾ ചെയ്യാതെ വരുമ്പോഴാണ് ഈ കോടതി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഈ മുരിങ്ങൂർ ദേശീയപാതയിൽ ദിശ മാറിയെന്നേ ഉള്ളൂ. എറണാകുളം സൈഡിലേക്കായിരുന്നു മുൻപ് കുരുക്കെങ്കിൽ ഇപ്പോൾ യാത്രക്കാരെ മൂക്കുകയറിടുന്നത് ഈ മുരിങ്ങൂർ കുരുക്ക് തൃശ്ശൂർ ദിശയിലേക്കാണ്. ഇവർ നിർമ്മിച്ചു ഇട്ടിരിക്കുന്ന സ്ലാബുകൾ, ഈ സർവീസ് റോഡിൻ്റെ സൈഡിലാണ് ഈ സ്ലാബുകൾ മുഴുവനും നിർമ്മിച്ചിട്ടുള്ളത്. ഈ സ്ലാബും റോഡും തമ്മിലുള്ള ഒരു ഉയരം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം സമാസമാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഈ സ്ലാബിലേക്ക് വാഹനങ്ങൾ കയറ്റുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് 4 ചക്ര വാഹനങ്ങളൊക്കെ കയറ്റുന്നുണ്ടെങ്കിൽ, എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ വാഹനം അതിൻ്റെ ഉള്ളിൽ കിടക്കാം. ഇന്നലെ വൈകിട്ട് ഏകദേശം 7 മണിയോടുകൂടി ഇതുപോലെ തന്നെ അവിടെ ഒരു സ്ലാബ് വീണു. ഈ സ്ലാബിന് പ്രത്യേകം ഇത് ഒടിഞ്ഞു വീഴാൻ പോകണമെന്നുള്ള അറിയിപ്പൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു ചിഹ്നലോ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ഇനി അതുപോലെ ചിഹ്നലായിട്ട് കിടക്കുന്ന ഒരുപാട് സ്ലാബുകൾ അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, നമ്മൾ ടാക്സ് കൊടുക്കുന്ന എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ടാക്സ് നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ച് നമ്മുടെ പണം ഉപയോഗിച്ച് ഈ രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശീയപാത, ആ ദേശീയപാതയുടെ നിർമ്മാണ കമ്പനി, നിർമ്മാണം ഏൽപ്പിച്ചിരിക്കുന്ന PST എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി, ഈ നിർമ്മാണ കമ്പനിയെ കൂച്ചുവിലങ്ങിടാൻ ഇവിടെ ആരുമില്ലേ? ഇത്രയും നാളുകളായി ഇവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഈ നിർമ്മാണം തുടങ്ങി അന്ന് മുതൽ ഇവരുടെ ഈ അനാസ്ഥയും ഇവരുടെ ഈ അശാസ്ത്രീയമായ നിർമ്മാണ രീതികളും പലവുരി ഈ അധികാരികളെ അറിയിച്ചിട്ടും ഈ നിർമ്മാണ കമ്പനിക്കെതിരെ കോടതിയോ മറ്റു സംവിധാനങ്ങളോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ നിർമ്മാണ കമ്പനീനെ തന്നെ മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പരിപാടി അവസാനിക്കും. ഇത് ജനങ്ങളെ മുഴുവനും നിത്യനരകത്തിലേക്ക് തള്ളിവിടുന്ന ഈ ഏർപ്പാട് അനസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യാതൊരു മാറ്റവുമില്ല. ഈ എറണാകുളം ഭാഗത്തേക്ക് ഡിവൈൻ്റെ ഓവർബ്രിഡ്ജ് ഇറങ്ങി വരുന്ന സമയത്ത് തിരക്ക് കുറയ്ക്കാൻ വേണ്ടി മേലൂർ പഞ്ചായത്തിൻ്റെ ഒരു ലിങ്ക് റോഡിലൂടെ കടത്തിവിടുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. നിങ്ങൾ ആ റോഡിൽ പോയി കാണണം. വർക്ക്ഷോപ്പ് ജംഗ്ഷൻ കല്ലുങ്കടവ് റോഡാണ് ആ റോഡ്. ആ റോഡിലൂടെ പോകുമ്പോഴില്ലേ, അതിന് പൊട്ടിപ്പൊളിയാത്തതായിട്ട് ഉള്ള ഭാഗം അവിടെ ഇല്ല. എല്ലാ ടാറിട്ട ഭാഗങ്ങളും തകർന്ന് തരിപ്പണമായി. ആര് തരും ഈ റോഡ് നന്നാക്കാൻ? അതിലൂടെ സഞ്ചരിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണ് ഇപ്പോഴത്തെ? ഇതൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ആ റോഡ് അപ്പാടെ തകർന്ന് തരിപ്പണമായി. അപ്പുറത്ത് കാടുറ്റി പഞ്ചായത്തിലായിരുന്നു എല്ലാ റോഡും ഒരുവിധമായത്. ഇപ്പോൾ ഈ റോഡ്, ഈ വർക്ക്ഷോപ്പ് ജംഗ്ഷൻ കല്ലുങ്കടവ് റോഡ് തകർന്ന് തരിപ്പണമായി. ആരാണ് ഇതിന് ഉത്തരവാദിത്തം ഏൽക്കുക? ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഈ വിഷയങ്ങൾ ഇടപെടാനുമുള്ള ആളുകളാണ് ദേശീയപാത അധികൃതർ. ഒരു പ്രൊജക്ട് ഡയറക്ടറുണ്ട്, അതിദയനീയമായ, അദ്ദേഹത്തിന് ഏറ്റവും മികച്ച ഒരു പ്രൊജക്ട് ഡയറക്ടറിനുള്ള ഒരു അവാർഡ് നമ്മുടെ ഈ മുരിങ്ങൂർ ചാലക്കുടി പ്രദേശവാസികൾ എല്ലാവരും കൂടി പിരിവിട്ട് ഒരു വലിയ കപ്പ് മേടിച്ച് അദ്ദേഹത്തിന് കൊടുക്കണം. ഈ ദേശീയപാതയിൽ അനുദിനം നടന്നുകൊണ്ടിരിക്കുന്ന ഈ അപകടങ്ങളും ഈ സ്ലാബ് ഇടിഞ്ഞു വീഴ്ചയും ഇതൊക്കെ ജനങ്ങളെ മുഴുവനും ദുരിതത്തിലേക്കാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും ഈ സ്ലാബ് ഇടിഞ്ഞു വീണിട്ടും ഈ ദേശീയപാതയിലെ ഇതുപോലുള്ള അശാസ്ത്രീയമായ നിർമ്മാണത്തിൻ്റെ ഫലമായിട്ടും ആക്സിഡൻറ്റ് പറ്റി വീട്ടിൽ കിടക്കുന്നവർ ഇപ്പോഴും ജീവിതത്തിലേക്ക്, നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്നു തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇതിനെല്ലാത്തിനും കാരണക്കാരാണ് ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ട്, അതുപോലെ ഇതുപോലത്തെ അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ. എല്ലാ ആഴ്ചയും നമ്മൾ നോക്കിയിരിക്കുകയാണ് കോടതി എന്ത് പറയുന്നുള്ളത്. കോടതി ഇവരെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? കോടതി ഈ നിർമ്മാണ കമ്പനീനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? എന്തിനാണ് ഇങ്ങനൊരു നിർമ്മാണ കമ്പനി? ഇവരുണ്ടാക്കി വയ്ക്കുന്ന നിർമ്മാണങ്ങൾ എത്ര വിശ്വാസ്യതയുണ്ട്? ഈ നിർമ്മാണത്തിൽ എത്ര സുതാര്യതയുണ്ട്? എങ്ങനെയാണ് ഇതിന് വിശ്വസിക്കുക? ഇനി വരാൻ പോകുന്ന ഈ ഇത്രയും മഴ പെയ്യുന്ന നമ്മുടെ ഈ നാട്ടിൽ ഇതുപോലെ ഒരു നിർമ്മിതി ഇവർ നിർമ്മിച്ചു കഴിഞ്ഞിട്ട് ഇവരുടെ പൂർവ്വ നിർമ്മിതികളെ പറ്റിയിട്ട് അറിയാലോ. ചെക്കിടാൻ പണിത് അത് മുഴുവനും ഒഴുകിപ്പോയി. ഏതോ ഒരു അപ്പാർട്ട്മെൻറ്റ് വരുന്നത് അത് ഇടിഞ്ഞു വീണു. ഈ പറഞ്ഞ ആളുകളാണ് ഇവിടെ ദേശീയപാത ഇത്തരം പാലങ്ങളും ഇത്തരം സംഭവങ്ങളും ഇവർ പണിതുകൊണ്ടിരിക്കുന്നത്. ഇതിന് മേൽനോട്ടം വഹിക്കാനായിട്ട് അവിടെ ആരും തന്നെ ഇല്ല. ഇപ്പോൾ തൃശ്ശൂർ ദിശയിലേക്ക് വൈകുന്നേരം സമയങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ബ്ലോക്കാണ്. ഈ ഗതാഗതക്കുരുക്ക്, ഈ യാത്രക്കാർക്ക് അവരുടെ യാത്രയെ മൂക്കുകയറിടുന്ന മുരിങ്ങൂർ കുരുക്ക്, ഈ മുരിങ്ങൂർ കുരുക്കിന് ആര് മണി കെട്ടുമെന്നുള്ളതിൽ എന്താ, ഇത് എന്ന് പണി തീരും, എന്ന് അവസാനിക്കും എന്നുള്ളതിനെ പറ്റി യാതൊരുവിധ ചിന്തയില്ലാതെ നടന്നുകൊണ്ട് ഇപ്പോൾ കൊരട്ടിപ്പെരുന്നാൾ വരാൻ പോകുന്നു. അങ്ങനെ സംഭവങ്ങളെല്ലാം വന്നു ചേരുന്നു. ജനങ്ങൾ അതീവ ദുരിതത്തിലഴുത്തിക്കൊണ്ടാണ് ഈ സ്ലാബുകൾ തകർന്നു വീഴുന്നത്. സ്ലാബുകളിലേക്ക് കയറുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജീവൻ പകുതി പോയി. അതുകൊണ്ട് സ്ലാബിൽ കയറാതെ നിങ്ങൾ വാഹനം ഓടിക്കാൻ ശ്രമിക്കുക. ഈ സ്ലാബുകളൊക്കെ തന്നെ നിർമ്മിച്ചിട്ടുള്ളത് അശാസ്ത്രീയമായ നിർമ്മാണ രീതിയിലാണ് ഈ സ്ലാബുകളെല്ലാം തന്നെ നിർമ്മിച്ചിട്ടുള്ളത്.
അതുപോലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ഈ ഗതാഗതക്കുരുക്ക് എന്ന് പറഞ്ഞാൽ കൊരട്ടി മുതൽ മുരുങ്ങൂർ അടിപ്പാത വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഇവർ നിർമ്മിച്ചിരിക്കുന്ന ഈ സർവീസ് റോഡ് പൊട്ടിപ്പൊളിയാണ്. എന്ത് ക്വാളിറ്റി ഇട്ടിട്ടാണ് ഇവർ ഈ പണിതിട്ടുള്ളത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വരെ പരാമർശിക്കപ്പെട്ട ഒരു റോഡ്, ആ റോഡ് സർവീസ് റോഡ് ടാർ ചെയ്യാനായിട്ട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് സത്യാഗ്രഹം ഇരിക്കേണ്ട സ്ഥിതി വന്നു, അറസ്റ്റ് ചെയ്യേണ്ട സ്ഥിതി വന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് അത് ടാർ ചെയ്തു. ആ ടാർ ചെയ്ത ഓരോ ഭാഗങ്ങളും നിങ്ങൾ പരിശോധിച്ചു. അയ്യോ, ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടെ കുഴിയാ. അങ്ങനെ ഒരു കുഴിയിലാണ് കഴിഞ്ഞ ദിവസം, ആ ഒരു കുഴി കാരണം കൊണ്ടാണ് ഇത്രയും വലിയ ബ്ലോക്ക് അവിടെ ഉണ്ടായത്. അപ്പോൾ ബ്ലോക്ക് തുടർക്കഥയാകുന്നു. തൊട്ടടുത്ത പഞ്ചായത്തുകളുടെ ലിങ്ക് റോഡുകൾ തകർന്ന് നാമാവശേഷമാകുന്നു. സ്ലാബ് ദുരിത കാഴ്ചയൊരുക്കി ജനങ്ങളുടെ തണ്ടലും പല്ലും അടിച്ചു തെറിപ്പിക്കാൻ വേണ്ടി സംഗതികൾ ഒരുക്കുന്നു. ഈ നിർമ്മാണ കമ്പനിയെ കൂച്ചുവിലങ്ങിടാൻ, ഈ നിർമ്മാണ കമ്പനിയുടെ നിർമ്മാണ പരിപാടി അവസാനിപ്പിക്കാൻ ഏത് കോടതിയാണ് ഇടപെടുക? ഞാൻ എല്ലാ ആഴ്ചയും നോക്കിയിരിക്കുന്നത് അതാണ്. ടോളുണ്ടോ എന്ന് നോക്കുന്നതിനേക്കാൾ അപ്പുറം ഈ വിഷയത്തിൽ ആർക്ക് ഇടപെടാൻ സാധിക്കുന്നതാണ്? ഇവരുടെ ഈ ദേശീയ പാതക നിർമ്മാണം ആര് ഇവർക്ക് മണി കിട്ടും? അർജുൻ പാണ്ഡ്യ എന്ന് പറയുന്ന കളക്ടറെ നന്ദിയോടുകൂടി ഓർക്കുന്നു. പക്ഷെ അങ്ങേക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ഇതുപോലൊരു നാശോന്മുഖമായിട്ടുള്ള ഒരു നിർമ്മാണ കമ്പനീനെ ഇവിടെ ഇരുത്തിയിട്ട് ഈ സ്റ്റേറ്റ് ഗവൺമെന്റിന് പോലും ഈ വിഷയത്തിൽ ഒന്നും പറയാനില്ല എന്ന്. ഒരു കേന്ദ്രമന്ത്രി ഉണ്ട്, ആക്ഷൻ ഹീറോയിസം ഇവിടെ കാണിച്ചൂടെ? ഒന്നും പറയാനില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം, ടോളുണ്ടോ എന്ന് നമ്മൾ നോക്കിയിരിക്കുന്നതിനിടയിൽ ഈ കാഴ്ചകൾ മുഴുവൻ, ഈ ദുരന്ത കാഴ്ചകൾ മുഴുവൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ PST എന്ന് പറയുന്ന കമ്പനി, അവരെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു തമ്പടിക്കാൻ നിങ്ങൾ മറക്കരുത്. ആരും ഒന്നും പറയാനില്ല. കാരണം ഇതെല്ലാം എവിടെയൊക്കെയോ സമഞ്ജസ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവരൊക്കെ ഈ രംഗത്തേക്ക് വന്നിട്ടുള്ളത്. ഒരു തോട് പോലും പണികഴിപ്പിക്കാത്ത ആൾക്കാരാണ് ഇത്ര പെരുത്ത് 10-15 പാലങ്ങൾ കിട്ടുകാര്യസ്ഥതയുടെ ഇടയിൽ നിന്നുകൊണ്ട് പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടോളുണ്ടോ എന്ന് നമുക്ക് 30-ാം തീയതി നോക്കി കുത്തിരിക്കാം. ഈ പറയുന്ന ആൾക്കാരുടെ നിർമ്മാണം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. സ്ലാബുമ്മ കയറാതെ നോക്കാം. നന്ദി, നമസ്കാരം. പിന്നെ അടുത്തടുത്ത പഞ്ചായത്തുകളിലേക്ക് ഈ ലിങ്ക് റോഡുകളൊക്കെ തകർന്ന് തരിപ്പണമാക്കിയതിൽ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ ആ നാട്ടിലെ ആളുകൾക്ക് സഞ്ചരിക്കാനായിട്ട് ആ റോഡ് ഉപകരിക്കപ്പെടും. അല്ലെങ്കിൽ അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തും. ഈ വർഷാപ്പ് ജംഗ്ഷൻ കല്ലിങ്കൽ റോഡ് എന്ന് പറയുന്ന ഇവിടെ റോഡ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് എഴുതി വെക്കേണ്ട സ്ഥിതിയായിട്ടുണ്ട്. പറ്റുമെങ്കിൽ ആ റോഡിലൂടെ ഒന്ന് സഞ്ചരിക്കുന്നത് നല്ലതാണ്. നന്ദി, നമസ്കാരം. ഇത് നമ്മുടെ ഡിവൈൻ ഓവർബ്രിഡ്ജ് ഇറങ്ങി വരുന്ന ഭാഗമാണ്. എപ്പോൾ അപകടം ഉണ്ടാവുമെന്ന് നോക്കിയാൽ മതി. ആരാ പറയുക, ആരാ ഇടപെടുക, ഒരു നിവൃത്തിയില്ല. ഇത് ആ ഭാഗത്ത് തന്നെ അവിടെ ഒരു കലുങ്കുണ്ടായിരുന്നു, ഒരു തോട്. ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ വെള്ളം പോകുന്ന സ്ഥലമാണ് ഇത്. അവിടെ തന്നെ ഒരു കടയുടമയാണ് ഈ തോട് റെഡിയാക്കിയ വെള്ളം വിടാനായിട്ടുള്ള സംഗതികളൊക്കെ ചെയ്തു വെച്ചത്. ഇപ്പം എന്ത് പറ്റിയെന്നറിയോ? ഈ കലങ്കിൻ്റെ അടിഭാഗം മുഴുവൻ മണ്ണ് നിറഞ്ഞേക്കാം. ഇത് തുറന്നില്ലെങ്കിൽ വലിയ വെള്ളക്കെട്ടുണ്ടാവും. ദേശീയപാത അധികൃതർ പറയുന്നത് ഞങ്ങളുടെ അല്ല എന്നാണ്. സംഭവത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി ഇതേ ഇങ്ങനെയാണ്. ഇതൊക്കെ മാറി, ഇതൊക്കെ ഇപ്പം മൂടി റെഡിയാക്കി. എന്തായിരുന്നാലും PSTയുടെ ഒരു നിർമ്മാണം അടിപൊളി. ഈ കോട്ടമുറി ഭാഗത്ത് ഇവർ ചെയ്യണ മറ്റൊരു പരിപാടിയാണ്, ഉണ്ടാക്കുന്നതോട് അത് മൂടിക്കളയുക. അതല്ലെങ്കിൽ പണിത് കഴിഞ്ഞപ്പോഴായിരിക്കും ഓർമ്മ വരുന്നത് അതങ്ങനെയല്ല പണിത്, ഇങ്ങനെയല്ല പണിത്. ഇവർ പണിതിട്ടേക്കുന്ന തോടുകളിലെ വെള്ളമൊക്കെ എങ്ങോട്ട് പോകണമെന്നുള്ളത് ആരന്വേഷിക്കും? ശരിക്കും പറഞ്ഞാൽ കോടതി അതൊക്കെ പരിശോധിക്കണം. ഇവിടുത്തെ ജനപ്രതിനിധികൾക്കൊന്നും ഇത് നോക്കാനും പിടിക്കാനും സമയമില്ല. ഇതിൻ്റെ ദുരിതം മുഴുവൻ അനുഭവിക്കുന്നത് ഇവിടുത്തെ വീട്ടുകാർ. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ തോടുകളിലെ വെള്ളം കവിഞ്ഞ് അവർ വീടുകളിലേക്ക് വെള്ളം കയറുക. അതിശോചനീയമായ സ്ഥിതി. ഇതൊക്കെയാണ് പരിശോധിക്കപ്പെടേണ്ടതും. ഇത്തരം കമ്പനികളെ എന്തിനു ചുമക്കുന്നു? എന്തിനാണ് ഇപ്പോഴും ഈ ചുമന്നുകൊണ്ടിരിക്കുന്നത്? ഈ കമ്പനീനെ ആരാണ് ചുമക്കുന്നത്?